നൂബിയയുടെ പുതിയൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നൂബിയ പ്ലേ 5G. എടുത്തു പറയേണ്ട കാര്യം, സാധാരണ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണിത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നൂബിയ പ്ലേ 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നൂബിയ പ്ലേ 5G വരുന്നത് 6.65 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ amoled ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും കൂടിയ റിഫ്രഷ് റേറ്റ് ഇതാണ്. ഇതൊരു ഫീച്ചർ നമുക്ക് മുമ്പ് നൂബിയയുടെ തന്നെ റെഡ് മാജിക് 5G എന്ന ഫോണിൽ ലഭിച്ചിരുന്നു. ആ ഫോൺ യൂസ് ചെയ്യുമ്പോഴും സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. പിന്നെ ഈ ഫോണിൽ നമുക്ക് 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൽ നമുക്ക് നല്ലൊരു ടച്ച് എക്സ്പീരിയൻസും ലഭിക്കും. പിന്നെ സാധാരണ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന പോലെ തന്നെ ഈ ഫോണിൽ നോച്ചും പഞ്ചോളൊന്നും കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ മുകളിലും താഴെയും ചെറിയ ബെസൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് എക്സ് ഡിസൈനിലുള്ള ഒരു ഗ്രേഡിയൻ കർവ് പാറ്റേൺ ആണ് ലഭിക്കുന്നത്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകളിൽ നമുക്ക് ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ലഭിക്കാറ്. എന്നാൽ ഈ ഫോൺ കുറച്ചും കൂടി കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ കൊടുത്തിട്ടില്ല. സ്നാപ്ഡ്രാഗൺ 765G എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 765G. എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രോസസ്സറിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 8GB റാമുമായിട്ട് വരുന്ന 2 വെർഷൻസുകൾ വേറെ വരുന്നുണ്ട്. 6GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 8GB റാമിൻ്റെ കൂടെ ഒരു വെർഷനിൽ 128GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഷോൾഡർ ബട്ടൺസ് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ഗെയിം കളിക്കുമ്പോൾ ചില ഫംഗ്ഷൻസ് ഒക്കെ അസൈൻ ചെയ്ത് വെക്കാൻ കഴിയും. ഗെയിം കളിക്കുമ്പം ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ICE 2.5 റാക്ക് മൗണ്ടഡ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗെയിം കളിക്കുമ്പോൾ ഫ്രെയിം ഡ്രോപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് TC ഗെയിം ഇന്റർപോളേറ്റഡ് ഫ്രെയിം ടെക്നോളജി എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും അതുപോലെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഗെയിമിങ്ങിലും യൂസ്ഫുൾ ആയിട്ട് വരും. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള Nubia UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സാണ് ലഭിക്കുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX582ൻ്റെ സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 12 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ആണ് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. DTS ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 5100 mAhൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 25,000 രൂപയാണ്. പിന്നെ നൂബിയയുടെ റെഡ് മാജിക് സീരീസിൽ വരുന്ന ഗെയിമിംഗ് സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് നൂബിയ പ്ലേ 5G. അതുമാത്രമല്ല, ഈ ഫോണിൽ 5Gയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഈ പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ഫോണുകൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും.